അപ്പൊ F1 എന്ന മൂവി കണ്ടു. വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമ. കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കിട്ടിയത്. എന്താ പറയാ, ജോസഫ് കൊയ്സിൻസ്കിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും അറിയാം, ടോപ്പ് ഗൺ മാവറിക്ക് ഡയറക്ട് ചെയ്തിട്ടുള്ള. എന്താ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാർ റേസിംഗ് അല്ലെങ്കിൽ ഒരു Formula 1 ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ഇതിനു മുമ്പ് ഫോർഡ് വേഴ്സസ് ഫെറാരി അല്ലെങ്കിൽ റഷ് എന്ന സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ആ സിനിമ കാണുന്ന പല സീനിലും നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന പോലത്തെ ആ വണ്ടി തിരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു ഫീലൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു കിടില പടം, സ്റ്റോറി ബേസ്ഡ് ആയാലും മേക്കിംഗ് ആയാലും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ജോസഫ് കൊയ്സിൻസ്കി നിങ്ങൾക്ക് അറിയാം, പുള്ളിക്കാരനാണ് ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരന്റെ മറ്റു പടങ്ങളായിട്ടുള്ള ടോപ്പ് ഗൺമാരൊക്കെ കണ്ടവർക്ക് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആളെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. അപ്പൊ പുള്ളിക്കാരൻ വീണ്ടും തെളിയിച്ചിരിക്കാണ് പുള്ളിക്കാരന് പണി അറിയാതുള്ളത് കാര്യം. എന്താ പറയാ, ഒരു സൂപ്പറായിട്ട് Formula 1 എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ പറ്റും അത്രയും മാക്സിമം യൂട്ടിലൈസ് എടുത്തിട്ടുണ്ട് ഈ പടം. അപ്പൊ ഇതിലെ കാസ്റ്റിനോട്ട് വരികയാണെങ്കിൽ ആസ് യൂഷ്വൽ എനിക്ക് പറയാനുള്ളത് ബ്രാഡ് പിറ്റിനെ കുറിച്ചാണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് മുന്നേ ഇപ്പൊ ഫൈറ്റ് ക്ലബ്ബ് ആയപ്പോലും പിന്നെ ഈ പറഞ്ഞ പോലെ വൺസ് അപ്പോൺ ടൈം ഇൻ ഹോളിവുഡ് ആയപ്പോഴും ഒക്കെ കിടിലൻ പടങ്ങൾ ചെയ്തിട്ടൊരു മുതലാണ് ഈ ബ്രാഡ് പിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കര ഓവറായി സ്വാഗുള്ള ഒരു നടനാണ് ബ്രാഡ് പിറ്റ്. ആൻഡ് പുള്ളിക്കാരന്റെ പടാകുമ്പോൾ തന്നെ മിനിമം ഗ്യാരണ്ടി എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതിലും തന്നെ പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല ബ്രാഡ് പിറ്റ്. അതുപോലെ പിന്നെ അഭിനയിച്ചിട്ടുള്ളത് ഡാംസ് ഇദ്രിസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു നടൻ. പുള്ളിക്കാരനെ ഞാൻ ഈ ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ജോഷോ പിയസ് എന്നാണ് ആ ക്യാരക്ടറുടെ പേര്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആ ആക്ടിങ്ങും ബ്രാഡ് പിറ്റ് അവരായിട്ടുള്ള കോംബോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ബ്രാഡ് പിറ്റിന്റെ ക്യാരക്ടറുടെ പേര് സോണി ഹെയ്സ് എന്നാണ്. ഇവർ തമ്മിലുള്ള കോംബോ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ മറ്റൊരു റോൾ ചെയ്തിട്ടുള്ളത് ഹാവിയർ ബാർഡം, നമ്മളെ നോ കൺട്രി ഫോർ ഓൾഡ് മെനിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, അതുപോലെ ഡ്യൂണിലൊക്കെ ഉള്ള പുള്ളിക്കാരൻ തന്നെ ഇതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എടുത്തു പറഞ്ഞ ക്യാരക്ടേഴ്സ് എനിക്ക് ബ്രാഡ് പിറ്റും പിന്നെ ഈ പറഞ്ഞ ഡാംസൺ ഇദ്രിസ് പറഞ്ഞ ഈ ക്യാരക്ടറാണ്. കിടിലനായിരുന്നു. ഇവർ രണ്ടാളുള്ള കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിരുന്നു. സോ ഇവർ രണ്ടാളും ഒരു റേസേഴ്സ് ആണ് ഇതില്. ആൻഡ് ഇനി ഞാനിതിന്റെ ടെക്നിക്കൽ സൈഡിന് മുന്നേ ഞാൻ കഥാപശ്ചാത്തലം പറയാം. ടെക്നിക്കൽ സൈഡ് എനിക്ക് പറയാനുണ്ട് കുറച്ച്. കഥാപശ്ചാത്തലം പറയുകയാണെങ്കിൽ ഈ നമ്മൾ ബ്രാഡ് പിറ്റിന്റെ ക്യാരക്ടർ ഈ സോണി ഹെയ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും പണ്ട് ഒരു റേസർ ആയിരുന്നു. ആ സമയത്ത് Formula 1 റേസർ ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന റേസർ ആയിരുന്നു. പക്ഷെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പിന്നെ കരിയർ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന് പിന്നെ കുറെ കാലത്ത് 10-30 വർഷത്തിന് ശേഷം, അതൊരു 1990s നടക്കുന്ന സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. ഒരു 10-30 വർഷത്തിന് ശേഷം വീണ്ടും തന്റെ ഉറ്റ സുഹൃത്ത് എന്ന് വെച്ചാൽ റേസറുമായിട്ടുള്ള നമ്മൾ ഈ ഹാവിയർ ബാർദമിന്റെ ഒരു കമ്പനി ഉണ്ട്, ഒരു കാർ കമ്പനി ഉണ്ട്, അപ്പെക്സ് എന്ന് പറഞ്ഞിട്ട്. സോ അവരുടെ ഈ ഒരു Formula 1 ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു റേസിംഗ് കമ്പനിയാണ് അവരത്. അപ്പോ അവരതിനെ സഹായിക്കാനായിട്ട് ഈ ഹാവിയർ ബാർദം വന്നിട്ട് ബ്രാഡ് പിറ്റിനെ വിളിക്കുന്നതും പിന്നെ അതിൽ പോയി റീജോയിൻ ചെയ്യുന്നതും ഒക്കെയാണ് ഇതിന്റെ കഥന്റെ തുടക്കം. അപ്പൊ ആ സമയത്തൊക്കെ ബ്രാഡ് പിറ്റ് വേറെ ചെറിയ കോമ്പറ്റീഷൻസിലൊക്കെ പോയിട്ട് കപ്പടിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന് കപ്പടിക്കുന്നതിൽ വലിയ വാല്യൂ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് കിട്ടിയെന്നുള്ള പ്രശ്നമല്ല, പുള്ളിക്കാരൻ റേസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ക്രേസ് ഉള്ള ഒരു മനുഷ്യനാണ്. ബോൺ ടു ബി എ റേസർ എന്നുള്ള പോലെയാണ് പുള്ളിക്കാരൻ ഇതിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ഈ ഒരു അപ്പെക്സത്തേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അപ്പെക്സിന്റെ ഈ ഒരു കമ്പനിയുടെ മെയിൻ റേസറാണ് ഈ പറഞ്ഞ പോലെ ജോഷുവ പിയേഴ്സ് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ, നമ്മളെ ഡാംസ് ഇദ്രിസ് ചെയ്യുന്നത്. അത് അപ്പൊ അങ്ങനെ അവര് തമ്മിൽ ആദ്യം ഒരു ഇയാളെക്കാൾ സ്പീഡ് വന്നു വെച്ചാൽ ബ്രാഡ് പിറ്റിന് മറ്റുള്ളക്കാളും സ്പീഡിൽ ഓടിക്കാനായത് മീൻസ് ക്വിക്കാണെന്നുള്ള സംഭവമൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ഈഗോ ഒക്കെ വരുന്നതും പിന്നെ അങ്ങനെ ആ ഒരു സംഭവമൊക്കെയാണ് ഇന്നുള്ളത്. പിന്നെ അങ്ങോട്ട് പിന്നെ അതിന് ത്രൂ ഔട്ട് ഈ Formula 1 ഉണ്ടാവുന്ന കോമ്പറ്റീഷനാണ്. പിന്നെ ത്രൂ ഔട്ട് സ്റ്റോറി എനിക്കതൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എൻഡിങ് ഉള്ള സ്റ്റോറി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് സാധാരണ ഇങ്ങനെ ആയിരിക്കും ഈ കഥ അവസാനിക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അവസാനിച്ചില്ല. ഞാൻ വിചാരിച്ചോടത്ത് ഈ കഥ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ പ്രഡിക്റ്റബിലിറ്റി പോയി എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് Formula 1 സാധാരണ ഞാൻ എന്തെങ്കിലും വാച്ച് ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ റേസിംഗ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അത് ഗെയിം കളിക്കാനല്ലാണ്ട് അത് വാച്ച് ചെയ്യാൻ അതിന്റെ റൂൾസ് എന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇത് കണ്ടപ്പോഴാണ് കുറെ കാര്യം മനസ്സിലായത്. എന്നാൽ പോലും റേസിംഗിൽ മനസ്സിലാത്ത കുറെ റൂൾസുകൾ എനിക്ക് ഇതിൽ കണ്ടിരുന്നു. ആൻഡ് പക്ക Formula 1 എടുത്തു വെച്ചിട്ടുണ്ട്. പക്ക എന്ന് പറഞ്ഞാൽ കിടിലൻ. അപ്പോ അതില് ഈ പറഞ്ഞ റേസിംഗില് എന്താണ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. ലൈക്ക് ഇതില് വിജയിക്കാൻ വേണ്ടിയിട്ട് വേറെ തരത്തിലും മെന്റൽ ഗെയിംസ് കളിക്കാൻ പറ്റുന്നുള്ളതും അതിന് വേറെ പലതരം സ്ട്രാറ്റജികൾ ഉണ്ടെന്നുള്ളതും വെറും റേസ് ചെയ്ത് സ്പീഡ് കൂട്ടുക എന്നുള്ള സംഭവമല്ല.
എന്നുള്ളത് ഇതിൽ നിന്നാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. സാധാരണ ഫോർഡ് വി ഫെറാരി ആയപ്പോലും അല്ലെങ്കിൽ റഷ് ആയപ്പോലും അതൊരു സ്പീഡ് സ്കില്ലിനെ സംബന്ധിച്ച് ഉപരി സ്ട്രാറ്റജീസ് ഉണ്ട്. ലൈക്ക് ഓരോരോ ടെക്നിക്കാലിറ്റി ടയറിൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ഇതിലാണ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അതൊക്കെ കൃത്യമായിട്ട് വളരെ സ്റ്റഡി നടത്തിയിട്ട് ടു ദ മൈന്യൂട്ട് ഡീറ്റെയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് കഥ. ഇത്ര ഉള്ളൂ കഥ. ഇതിന് ആവശ്യമുള്ളൂ ഈ പടത്തിന്. ബാക്കിയൊക്കെ പൊളിച്ചൊക്കെയാണ്. ഞാൻ പറഞ്ഞ ഒരു റേസിംഗ് ആ ഒരു ഫോർമുല 1 പോയി നമ്മൾ ഒരു യാത്ര നടത്തി പോയ പോലെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തോന്നാം. ആൻഡ് ഇത് ടെക്നിക്കൽ സൈഡ് എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്യാമറ ഷോട്ട്സ് ആണ്. സൂപ്പർബ്. ലൈക്ക് കാറിന്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂസ് ആയാലും കാറിന്റെ റേസിംഗിനുള്ള ഔട്ട്സൈഡ് വ്യൂസ് ആയാൽ പോലും എന്താ പറയാ കിടിലൻ ഷോട്ട്സുകളായിരുന്നു. ആ കാറിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഷേക്കിങ്ങും ആ ടേണിങ്ങും ഒക്കെ കിടു. ലൈക്ക് അത് കണ്ടപ്പോ റേസിംഗ് കാണാൻ തോന്നിപ്പോയി. അമ്മാതിരി സാധനമായിരുന്നു എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് പിന്നെ പറയേണ്ടത് ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക്. പുള്ളിക്കാരന്റെ മ്യൂസിക്സും തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിലൊരു ഇൻഡസ്ട്രിയൽ പോലത്തെ ആ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ട് നമുക്ക് പിന്നെയും കേൾക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന മ്യൂസിക്കിലുപരി ഈ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ലൈക്ക് ആ സിനിമയ്ക്ക് വേണ്ടത് എന്താണോ അത് ഡെലിവർ ചെയ്തിട്ടുള്ള കിടില മ്യൂസിക്സ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എക്സെപ്ഷണൽ ആയിരുന്നു. എനിക്കത് എക്സെപ്ഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കിടിലനായിരുന്നു. ആൻഡ് പിന്നെ ഇതിൽ കുറെ ക്യാമിയോസുകൾ ഉണ്ട്. ക്യാമിയോസ് മീൻസ് ഫോർമുല 1 കാണുന്നവരാണെങ്കിൽ എനിക്കൊരു ബിരിയാണി ഒരുക്കി വെച്ച പോലെ ആയിരിക്കും. അത്രയും ക്യാമിയോസ് ആണ്. എനിക്ക് ആകെ ലൂയിസ് ഹാമിൽട്ടൺ മാത്രമേ അറിയുള്ളൂ. പുള്ളിക്കാരൻ കണ്ടപ്പോഴാണ് ആകെ എനിക്കൊരു പരിചയം തോന്നിയത്. ബാക്കി കുറെ പേരുകൾ ഇതിലുണ്ട്. എന്റെ കൂടെ വന്ന ആൾക്ക് അവരൊക്കെ അറിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ ഇന്നാളിതാണെന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അറിയാത്ത ആൾക്കാരായിരുന്നു. കാരണം ഞാനത് കാണുന്നതല്ല. അപ്പൊ അങ്ങനെ കാണുന്നവർക്കും ഇത് ഭയങ്കര കുറെ ക്യാമിയോസിനൊക്കെ റേസിംഗിൽ കാണാം. റേസിംഗ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പോയി കണ്ടുനോക്കുക. ആൻഡ് ടെക്നിക്കാലിറ്റി ഈ സൈഡുകളൊക്കെ എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടൺ ആണെന്നാണ് ഞാൻ എഴുതി കണ്ടത്. അപ്പൊ ഇതാണ് പടം. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കുക. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. ഐമാക്സ് അടുത്തുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. വെറുത്തായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്കിത് പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ എന്തായാലും അതിൽ തന്നെ പോയി കാണുക. എന്നത് ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. സോ ഇത് നിങ്ങൾ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോയി കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.